ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കൂൺ ഫ്രൈ ആണ്. അതിനായി 2 സവാള, 3 തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ട് കേട്ടോ. അടുത്തതായി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് അതിന് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഇട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 സവാള ചെറു കഷ്ണങ്ങളായി അരിഞ്ഞത് ഇട്ട് നന്നായി വേവിക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് ഒരു ബ്രൗൺ കളറായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ആയത് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച നീളത്തിലരിഞ്ഞ പച്ചമുളക് നമ്മൾക്ക് ഈ ഒരു ഉള്ളിയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചമുളകിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകിൻ്റെ കിട്ടുന്ന സ്മെല്ലൊക്കെ ഒന്ന് പോയി നന്നായി വഴന്ന് വരണം. അതിന് ശേഷം നന്നായി വഴറ്റുക. ശേഷം നമുക്ക് ചെറു കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 3 തക്കാളിയും ചെറുതായി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തു. ശേഷം നന്നായി യോജിപ്പിക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞ് കിട്ടണം. നന്നായി വഴറ്റുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. മസാലകളെല്ലാം നന്നായി വെന്ത് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. മസാലയുടെ കുത്തുന്ന ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കൂണിട്ട് കൊടുക്കാം. ഞാനിവിടെ കൂണ് നന്നായി വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മസാലയുടെ മണമെല്ലാം ഒന്ന് മാറുന്നത് വരെ വെക്കുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ കൂണ് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ കൂണിടാൻ പോവുകയാണ്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച പാക്കറ്റ് കൂണാണ്. പാക്കറ്റ് കൂണ് ഞാൻ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ആണ് ഉണ്ടാക്കുന്നത്. നന്നായി യോജിപ്പിക്കുക. നന്നായി മസാല കൂണിലേക്ക് നന്നായി ഇറങ്ങി ചെല്ലാൻ വേണ്ടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി
ഇളക്കി യോജിപ്പിച്ച് തീ അല്പം കൂട്ടി വെക്കാവുന്നതാണ്. നന്നായി കൂട്ടി യോജിപ്പിച്ച് മസാലകളെല്ലാം കൂണിന്മേലെ നന്നായി ചേരണം. നമുക്ക് നന്നായി കുറച്ചൊരു പിടി മല്ലിയില കൂടിയും ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു പിടി മല്ലിയില ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ടതാണ്. ഇനി ഞാൻ അടച്ച് വെച്ച് വേവിക്കുകയാണ്. കൂണിൻ്റെ വേവ് എത്രയാണ് എന്നൊന്നും എനിക്കറിയില്ല, ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അടച്ച് വെച്ച് വേവിച്ചു. കൂൺ ഫ്രൈ തയ്യാറായി.